മൊത്തം അവർ അംഗങ്ങൾ വീതിച്ചെടുക്കുന്നു. അത് പൈസ കൊണ്ട് വെള്ളമോടിയും പെണ്ണുകൂടിയാണ് ഇതിനകത്ത് ജോലി. ആ രേണു സുധി എന്ന് പറഞ്ഞാൽ സുധി എന്ന് പറഞ്ഞാൽ മെമിക്രിക്കാരൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കൊണ്ട് നടന്ന ഒരു പെണ്ണിനെ ഇപ്പോൾ ഈ ജയൻ സാറിന്റെ മകനാണ്, പക്ഷെ തെളിയിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തെളിയിക്കാൻ ഒന്നുമില്ലാതല്ല, അച്ഛൻ്റെ അനുജൻ്റെ മക്കളുണ്ട്, അവർ മതി തെളിയിക്കാൻ. അല്ല, നമുക്ക് തെളിവാല് വേണ്ട, പ്രൂഫായിട്ട്. പ്രൂഫല്ലേ DNA. അതിന് ഞാൻ ഉന്നയിക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കൾ ഞാനോട്ട് DNA എടുത്ത് തയ്യാറാവണം. അതിപ്പോ എത്ര കാലം ഇതിന് ഇങ്ങനെ? 2001 പത്രമാധ്യമങ്ങളിലൂടെ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു കേസിന്റെ പകർപ്പ് കൊല്ലം കോടതിയിലുണ്ടായിരുന്നു. ആ പകർപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ ആ കോടതിയിലുള്ള ഒരു സ്റ്റാഫ് എൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അയാളോട് പറഞ്ഞു, അവനോട് ഞാൻ പറഞ്ഞത് പുറത്ത് പറയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ മാതൃഭൂമിയിലെ അനിൽ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം വന്ന് ഒരു 3 ആഴ്ച മേളിൽ എന്നെ അമ്മയും പല തരത്തിലും ഇൻ്റർവ്യൂ ചെയ്തു. ഓരോ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ച് അച്ഛൻ്റെ വീട്ടിനടുത്ത് പോയി ചോദിക്കും. അങ്ങനെ പല രീതിയിൽ അമ്മയുടെ തിരിച്ചും മറിച്ചും ചോദിച്ച് വ്യക്തമായ ശേഷമാണ് 2001 ഞാൻ ജയനിങ്ങനെ ഒരു മകനുണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത്. അത് എൻ്റെ അച്ഛൻ വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവരാരും ഒന്നിനും വരുന്നില്ല. ജയന്റെ മകനാണെന്നും പറഞ്ഞാൽ അല്ലെന്ന് പറയുന്നത് അവർ രംഗത്ത് വരത്തില്ല. വന്നാൽ DNA എടുത്താൽ തെളിയും. അതുകൊണ്ട് അവർ രംഗത്ത് വരുന്നില്ല, അവർ മൂടി കെട്ടിരിക്കുകയാണ്. രേഖാപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രേഖപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായിട്ട് ഇരുന്നതാ. ആ സമയത്ത് ഞാൻ ജനിച്ചു. അത് ജനിച്ചതിന്റെ ശേഷം എത്ര കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ? 2 വയസ്സ് വരെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ വളർന്നതാണ്. അത് കഴിഞ്ഞാണ് അച്ഛൻ സിനിമയിൽ, ഞാൻ ജനിച്ചതിന് ശേഷം അച്ഛൻ സിനിമ നടനാവുന്നു. സിനിമയിൽ വെച്ചടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് പുള്ളി രക്ഷപ്പെട്ടു വന്ന സമയത്ത് രക്ഷപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് ബന്ധുക്കൾ വന്നു. അതുവരെ ഇല്ലാത്ത ബന്ധുക്കൾ വരുന്നു. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബേബി എന്ന് വിളിക്കുന്നത്, കൊട്ടാരത്തിൽ ബേബി മോൻ്റെ ഭാവിയെ, സിനിമാ ഭാവിയെ കുറിച്ച് അവർ സംസാരിക്കുന്നു അച്ഛൻ വീട്ടുകാരായിട്ട്. അങ്ങനെ അമ്മയും എന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള സംസാരമായി ചർച്ചയായി. ഇത് കേട്ട അമ്മ പലവട്ടം കേട്ടപ്പോൾ അമ്മയ്ക്ക് മാനസികമായിട്ട് വിഷമമായി. അപ്പം എൻ്റെ അച്ഛൻ്റെ സിനിമാ ഭാവിക്ക് വേണ്ടി എൻ്റെ അമ്മ മാറിക്കൊടുത്തേ, എന്നെ കൊണ്ട് മാറിക്കൊടുത്തേ. ചേട്ടന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഇരിക്കുന്നത്? അച്ഛനോ? എനിക്ക് 9 വയസ്സുണ്ട്. 9 വയസ്സുള്ളപ്പോഴാണ് എന്താണ് ജയൻ സാർ മരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതെ, ഞാൻ ജനിച്ചപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് എൻ്റെ അച്ഛൻ കൊടുത്തിരുന്നു. തങ്കമ്മ, എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ, എനിക്കൊരു മകനായല്ലോ, നമുക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാം എന്നൊരു വാക്ക് കൊടുത്തു. ഞാൻ ഇനി ജീവിതത്തിൽ വേറൊരു കല്യാണം കഴിക്കത്തില്ല തങ്കമ്മ എന്ന് എൻ്റെ അമ്മയുടെ ഒരു വാക്ക് കൊടുത്തായിരുന്നു. ആ വാക്ക് അദ്ദേഹം നിറവേറ്റുകയും ചെയ്തു. മരണം വരെ വേറെ കല്യാണം കഴിച്ചില്ലല്ലോ, കല്യാണം കഴിച്ചിട്ടില്ല. അന്ന് എന്താണ് 9 വയസ്സുള്ളപ്പോൾ ഇത് അറിയുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം വാക്ക് കൊടുത്ത് അറിയുണ്ടായിരുന്നു. 9-ാം വയസ്സ് അത് അമ്മ കുഞ്ഞിലെ പോലെ കഥ എൻ്റെ അടുത്ത് പറയുന്നില്ലേ. അമ്മ എൻ്റെ അടുത്ത് പറയുന്നതും അപ്പുറത്തുള്ളവർക്ക് പറയുന്നതൊക്കെ കഥ കേട്ട് എനിക്കറിയാം. അച്ഛൻ വേറെ വിവാഹം കഴിക്കത്തില്ല, ഉറപ്പായിരുന്നു. പഴയ പട്ടാളവും പഴയ നേവിക്കാരൊക്കെ പറഞ്ഞ വാക്കുകൾ പറയുന്ന വാക്ക് പണ്ടത്തെ ആണുങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്, പെണ്ണുങ്ങൾക്കുണ്ട്. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ഇന്നത്തെ കണക്കല്ല. അന്ന് അത് കേൾക്കുമ്പോൾ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ആ വിഷമം, ജയൻ സാർ മാറി നിൽക്കുകയാണ് എന്നുള്ളത്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ 9-ാം വയസ്സിൽ. അച്ഛൻ നിങ്ങളെ ഫാമിലിക്ക് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ കുഞ്ഞല്ലേ മക്കളെ, നമുക്ക് ജീവിതത്തെ കുറിച്ചൊന്നും അറിഞ്ഞിടത്തെ പ്രായമല്ലേ. 2 വയസ്സിന് അവിടെ നിന്ന് തന്നെ ഇറക്കുന്നു. ഞങ്ങൾ പിന്നെ വേറെ പോയി വീടെടുത്ത് അവിടെ അതൊന്നും എന്തെന്ന് അറിയത്തില്ല. അച്ഛൻ്റെ കൂടെ നമ്മൾ വളർന്നിട്ടില്ലല്ലോ. ഈ അച്ഛൻ്റെ കൂടെ വളരുന്ന പിള്ളേർക്ക് അത്രയും അച്ഛനെന്ന് പറയുമ്പോൾ ഭ്രാന്താവും. മനസ്സിലായി? ഞാൻ ഇതിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്നെ വിളിച്ചിറക്കിയതാണ് നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാർ. അവർ വെല്ലുവിളിച്ചാണ് എന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് ജയൻ്റെ മകൻ, കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അവർ വെല്ലുവിളിച്ചു, അച്ഛൻ്റെ വീട്ടുകാർ വെല്ലുവിളിച്ചു. അത് മണികണ്ഠൻ പൂവറ്റൂർ എന്ന സ്ഥലം ഒരാളുണ്ട്, മണികണ്ഠൻ പൂവറ്റൂർ, കൊട്ടാരക്കര പൂവറ്റൂർ. പുള്ളി അച്ഛൻ്റെ ഒരു കടുത്ത ഭ്രാന്തൻ ആരാധന. പുള്ളി എന്നോട് പറഞ്ഞു, മുരളി ജയൻ ഒന്നിനും പോരുത്, മുരളി ഒരു സ്വത്തിനും പോരുത്. എൻ്റെ അമ്മയും പറഞ്ഞു ഒന്നിനും പോരുത്. പക്ഷേ മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടുകാർ എന്നെ മുരളി വിളിച്ച് ഇറക്കും, രംഗത്ത് കൊണ്ടുവരും, അത് ഉറപ്പാണ്, നോക്കണം പറഞ്ഞു. അങ്ങനെ വന്നതാണ്, വെല്ലുവിളിച്ച് വന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരും സപ്പോർട്ടില്ല. ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ആരും പോയി കണ്ടിട്ടില്ല, കോൺടാക്ട് ചെയ്തില്ല. എന്തുവായി? അല്ല, അതിപ്പം അവർക്ക് ജയനെ കുറിച്ച് മാത്രമേ, സിനിമയിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ജയനെ കുറിച്ച് അറിയാവൂ. ഈ ജയൻ എന്ന് പറഞ്ഞാൽ 2 വ്യക്തിയാണ്, ഒരാളല്ല. ഒന്ന് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ രൂപവും ഭാവവും മേളവും എല്ലാം വേറെയാണ്. അത് നിങ്ങൾ ഫോട്ടോ ചെക്ക് ചെയ്യുക, അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോ ഒക്കെ നോക്കിയാൽ വേറൊരാളാണ്. ജയൻ എന്ന് പറഞ്ഞ വ്യക്തി വേറൊരാളാണ്. അത് സിനിമ നടനായല്ലേ. സിനിമ നടനായ ജയനെ കുറിച്ച് മലയാള സിനിമയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാം, ജയനെ കുറിച്ച് അറിയുള്ളൂ. അല്ലാതെ കൃഷ്ണൻ നായരെ കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞൂടാ, ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ല. അപ്പൊ ആക്ച്വലി ശരിക്കുള്ള പേരെന്താണ്? കൃഷ്ണൻ നായർ എന്നാണ് ജയന്റെ. കൊല്ലം കൊട്ടാരത്തിലാണ് പുള്ളി ജനിച്ചത്. അപ്പം കൊട്ടാരത്തിൽ ബേബി എന്ന ചെല്ല പേരും കൃഷ്ണൻ നായർ എന്ന ഒഫീഷ്യൽ നെയിമും. അപ്പോൾ സിനിമയിലെ പേര് ജയൻ. ഇപ്പോൾ ഇത് സെക്കൻഡ് മൂവിയാ? എൻ്റെ 2ാമത്തെ മൂവി. അപ്പോൾ ഇത് സിനിമയ്ക്ക് ആഗ്രഹം വന്നിട്ട് വരുന്നതോ ജയൻ്റെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണോ? അല്ല, എനിക്ക് എന്ത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണ്. തെളിയിക്കുമല്ല, പേര് എൻ്റെ പേര് രേഖപ്പെടുത്താൻ എനിക്ക് ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും.
ഒരുപാട് ഞാൻ അവമാനിക്കപ്പെട്ടു. എന്നെ എൻ്റെ അമ്മയെ ഒരുപാട് അവമാനിച്ചു. ആരാണ് അത് ജയൻകലാ സാംസ്കാരിക വേദി, ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞൊരു പഴയ സിനിമാക്കാരനും ചേർന്ന് ഉള്ള ഒരു ജയൻകലാ സാംസ്കാരിക വേദിയിലെ അംഗങ്ങളാണ് എനിക്കെതിരെ വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട്, ലോക്ക്ഡ് പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് ജയൻ്റെ മകനല്ല എന്ന് പറയുന്നത്. അതിങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പക്ഷേ ആ ജയങ്കല സാംസ്കാരിക വേദി ജയൻ്റെ മകനാണെന്നെല്ലാം തെളിഞ്ഞു വന്നാൽ ആ ജയങ്കല വേദിയിൽ ഞാൻ കയറി പിടിക്കും. അത് ഞാൻ നിർത്തലാക്കും. കാര്യം അതിനകത്ത് മൊത്തം വെള്ളമോടിയും പെണ്ണുകൂടിയുമാണ് ജോലി. തിരുവനന്തപുരം ജയൻകല സാംസ്കാരിക വേദി, അതിനകത്ത് അവർ ചെയ്യുന്ന പറഞ്ഞാൽ മൊത്തവും അച്ഛൻ്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ ലക്ഷക്കണക്കിന് രൂപ പിരിവെടുക്കുക, നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യും. അത് ഞാനില്ല. പക്ഷേ ഒരു ജീവകാര്യം ഉണ്ടെങ്കിൽ പ്രവർത്തനം നടത്തില്ല, നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം ചെയ്യില്ല, സുഖമില്ലാത്ത ആൾക്കാർക്ക് പിരിവെടുക്കും. പക്ഷേ ബാക്കി വരുന്ന പൈസ മൊത്തം അവർ അംഗങ്ങൾ വീതിച്ചെടുക്കുന്നു. അത് പൈസ കൊണ്ട് വെള്ളമോടിയും പെണ്ണുകൂടിയാണ് ഇതിനകത്ത് ജോലി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ അതിനകത്ത് വിളിച്ച് ഇവർ ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്കാണ്, പ്രശസ്തരായ ആൾക്കാർക്ക്, നാട്ടിലെ പ്രശസ്തരായ ആൾക്കാർക്ക്. അവർക്ക് അവാർഡ് കൊടുക്കുക, അവരെ പിന്നെ ഫോണിലൂടെ വിളിച്ച് സെക്സ് സംസാരിക്കുക, അവർ വിളിക്കുന്ന ലോഡ്ജ് ചെല്ലണം, റൂമിൽ ചെല്ലണം, പൈസ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് അനാശാസ്യങ്ങളാണ് ആ ജയൻകലാ സാംസ്കാരിക വേദിയിൽ നടക്കുന്നത് മൊത്തം. അപ്പം ഇതിന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അത് എന്നിട്ട് എന്ത് ലീഗലായിട്ട് മൂവ് ചെയ്യാത്ത എന്താ? ഏതാ ഈ സമിതിക്കെതിരെ എന്തുകൊണ്ട് ലീഗലായിട്ട് മൂവ് ചെയ്യുന്നത്? ലീഗലായിട്ട് ഞാൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതി ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. നമുക്ക് കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം, ഒക്കെ ആയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അച്ഛൻ എന്താണ് ജയൻ സാർ ഇപ്പം ഇന്നുണ്ടായിരുന്നെങ്കിൽ തമിഴിലെ രജനീകാന്ത് സാറിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പവറുള്ള സ്റ്റാർ ആയിരുന്നു. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ മരിച്ചു പോയത്. അപ്പോൾ ആ ഒരു മകനും അത് അർഹിക്കുന്നില്ല. ഒരു സ്റ്റാർ ഉണ്ടല്ലോ മകന് കിട്ടേണ്ട ഒരു, ഇപ്പോൾ ജയന്റെ മകനാണ് എന്നുള്ളൊരു അംഗീകാരം ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രിയിൽ എല്ലാ ആൾക്കാർക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ മലയാളീസിനും അറിയാം ഇങ്ങനെ ഒരു മകനുണ്ടെന്ന്. അവർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ ചെന്നാലും ആളുകൾ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് സംസാരിക്കാറുണ്ട്, സ്നേഹം പങ്കിടാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പം ഞാൻ സുപരിചിതനായി. ഒരൊറ്റ മകൻ തന്നെ ഉള്ളൂ? ഞാൻ ഒരാളുള്ളൂ വരുന്നത്. അപ്പോൾ ഇത് സിനിമകളായിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ നിലവിൽ? ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ആരെയും പോയി കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. സീമ എന്ന് പറഞ്ഞൊരു നടിയെ മാത്രമേ കാണാൻ ആഗ്രഹിച്ചുള്ളൂ. അവരുടെ ഒരു പ്രതികരണം ഇച്ചിരി മോശമായിട്ട് മാനസികവശമായി പിന്നെ ആരെയും പോയി കാണാൻ തയ്യാറായില്ല, ആയിരിക്കുന്നില്ല. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ ജയൻ സാറിനെ പോലത്തെ ഒരു നടന്റെ മകനാണ്, എന്നിട്ടും പോലെ മകൻ്റെ അല്ല, ജയൻ സാറിന്റെ മകൻ. ജയൻ സാറിനെ പോലെ എന്റെ മകനാണ്, എന്നിട്ട് എവിടെ എത്തിപ്പെടുന്നില്ല. അല്ല, അതിന് സമയമായി വരണ്ടേ മോനെ. ഇപ്പം തന്നെ ഞാനിപ്പോൾ സിനിമയിലേക്ക് ആയല്ലോ, ഇപ്പം രണ്ടാമത്തെ സിനിമയായി, അടുത്തൊരു സിനിമയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ സമയമായില്ല, സമയം ഇപ്പോഴാണ് ആയത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ പ്രാരാബ്ദങ്ങൾ കുറേ കഴിഞ്ഞു. മക്കളെ ഞാൻ കല്യാണം കഴിച്ചു, 2 മക്കളായി, മക്കളുടെ പഠിത്തമൊക്കെ ഒരുവിധം തീർന്നു. ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആവാം. മോക്ക് ജോലിയായി. ഇനി മോനെ ഇപ്പോൾ ഈ വർഷം പഠിത്തം തീരുവാണ്, ഡിഗ്രി ലാസ്റ്റ് ഇയർ. അത് കഴിയുമ്പോൾ ഞാൻ കുറേ ഫ്രീ, അവനും കൂടി ജോലിയാകുമ്പോൾ ഞാൻ വളരെ ഫ്രീ ആവും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴത്തേക്ക് കാലം എന്നോടൊപ്പം കൂട്ടിച്ചേർത്ത് തുടങ്ങി. ഇപ്പോൾ അതാണ് സിനിമയിലേക്ക് വന്നു തുടങ്ങി. അല്ല, ഇനി എന്താണ്, ചേട്ടനെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് അവിടെ ഞാൻ ബൈറ്റ് കേട്ടതാണ്, രേണു സുധി എന്നൊക്കെ കമ്പയർ ചെയ്യണത് എന്തുകൊണ്ടായിരുന്നു? രേണു സുധി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സോഷ്യൽ മീഡിയ വഴി ജയൻ്റെ മകനല്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചധികം ആളുകൾ ശക്തമായിട്ട് കൂട്ടുകൂടിയുന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇപ്പം ഇത് ജയൻ്റെ മകനല്ല എന്ന് വരുത്താൻ വേണ്ടി ഒരുപാട് അനാവശ്യങ്ങൾ, അമ്മയെ വരെ, പെറ്റ അമ്മയെ വരെ, പ്രായമായ ഒരു സ്ത്രീ, എൻ്റെ അമ്മ 85 വയസ്സിലാണ് മരിച്ചു. ഇപ്പം അമ്മയ്ക്ക് 88 വയസ്സായി. ആ ഒരു സ്ത്രീയുടെ പരിഗണന പോലും നൽകാതെ എൻ്റെ അമ്മയെ അനാവശ്യം പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് അനാവശ്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. ആര്? ജയൻകലാ സാംസ്കാരിക വേദി അല്ല, വേറെ ആരുമില്ല. ജയൻകലാ സാംസ്കാരിക വേദി മാത്രമാണ്, പൊതുജനം ഇടാറില്ല. അന്നേരം ഈ രേണു സുധി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചി ഇപ്പം സിനിമയിൽ ഒക്കെ വന്നല്ലോ. ആ രേണു സുധി എന്ന് പറഞ്ഞൊരു സുധി എന്ന് പറഞ്ഞൊരു സിനിമാക്കാരൻ, മിമിക്രിക്കാരൻ. അയാൾ കല്യാണം കഴിച്ചൊരു വ്യക്തി, പെണ്ണാണ്. കല്യാണം കഴിച്ചു അയാളുമായിട്ട് ജീവിതം പങ്കിട്ടൊരു പെണ്ണാണ്. ആ പെണ്ണ് അയാളുടെ മരണത്തിന് ശേഷം സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നു. അത് ജീവിക്കാനാണ്, പ്രാരാബ്ദം കൊണ്ടാണ്. ചെറിയൊരു കലാകാരിയാണ്, അത് ഇനി വലിയ കലാകാരിയായിട്ട് മാറും. ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ആ രേണു സുധി എന്ന് പറഞ്ഞാൽ മിമിക്രിക്കാരൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ, ഭാര്യയായിട്ട് കൊണ്ടു നടന്ന ഒരു പെണ്ണിനെ, ഭാര്യയാണ്, കൊണ്ടുനടന്നല്ല ഭാര്യയാണ്, ആ പെൺകൊച്ചിനെ ഇത്രയും അനാവശ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ പറയാത്ത എന്താണ് കുഴപ്പമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒന്നുമില്ല. ആ കൊച്ചിപ്പം ഭയങ്കര ലെവലെത്തി, ഇപ്പം നല്ല സ്റ്റാറായി, സൂപ്പർ സ്റ്റാറിൻ്റെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പോകുന്നിടത്തെല്ലാം ഭയങ്കര അംഗീകാരം. അതാണ് ഗൾഫിൽ പോയി സാമ്പത്തികമായിട്ട് വന്നു, ഡയമണ്ട്, ഭയങ്കര വില കൂടിയ ഗ്ലാസ്, കാറ്, വീടും സ്ഥലം മേടിച്ചെന്ന് തോന്നുന്നു. എന്തോ ഭയങ്കര ലെവലായില്ലേ. രേണുസുധി ഭയങ്കര സംഭവമായി, ഭയങ്കര സംഭവമായി പോയി. കഴിവാണ്. കാര്യം എന്നെ പോലെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കൊച്ചാണ്. ധീരവനിത എന്ന് പറയാം, ധീരവനിത. എത്ര ആളുകൾ അതിനെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യം പറഞ്ഞിട്ട് ഒരു ശകലം പോലും പിന്നോട്ട് പോയില്ലല്ലോ. മുന്നോട്ടില്ലേ, മക്കളെ വളർത്തണ്ടേ. അപ്പോൾ ആ തള്ള മുന്നോട്ട് പോയാലേ പറ്റൂ. അതിന് ബിഗ് സല്യൂട്ടാണ് എനിക്ക് കൊച്ചിനോട്. ഭയങ്കര തൻ്റെടിയാണ്.
നിന്ന് പ്രതികരിക്കും. ഇപ്പോൾ അച്ഛൻ്റെ പേര് ഇതുണ്ടാവുമല്ലോ, ആഘോഷിക്കുമല്ലോ ചരമവാർഷിക ആഘോഷിക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിക്കാറുണ്ടോ, കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? എപ്പോഴും വിളിക്കും, എന്നും വിളിക്കും. എന്നും രാത്രി ഒരു 7-8 മണി കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ വിളിയാണ് ആൾക്കാർ. അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം എന്നെ കടന്ന് വിളിച്ച് എന്നോടൊപ്പം സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചു? ഇൻഡസ്ട്രിയിൽ ആരും വിളിക്കാറില്ല. ആരും വിളിക്കാറില്ല. ആരും വന്ന് നോക്കിയിട്ടുണ്ടോ? കണ്ടിട്ടില്ല. വീട് കണ്ടിട്ടില്ല. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്കാണ് താമസം? ഞാൻ വാടകയ്ക്കാണ്. അപ്പോൾ അത് ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്ക് അറിയോ? എന്നിട്ട് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാറ്? അങ്ങനെയൊന്നും ആരും വരില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമുള്ളൂ. അല്ലാതെ ആരും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. പണ്ടത്തെ കാലഘട്ടത്തെ ജനങ്ങളാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രതികരിക്കും. ഇപ്പം ആരും ഇല്ലല്ലോ, പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ആരും ഇല്ലല്ലോ. ഇപ്പം നിലവിലൊരു കഷ്ടമാണ്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് DNA വഴി എൻ്റെ മകനാണെന്ന് തെളിയിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതിന് ഞാൻ തയ്യാറാണ്. ഏത് DNA-ക്കും എന്ത് നുണപരിശോധനയ്ക്കും എന്ത് ടെസ്റ്റും ഞാൻ തരാം. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ, അത് കാണിക്കും. അച്ഛാ അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണണോ? കാണാം. ഓക്കെ. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട്?